അതെ, ഈ വൃശ്ചിക മാസത്തിൽ നമ്മുടെ എരുമേലി ഇത്രയും വൃത്തിഹീനോ അല്ലെങ്കിൽ ഇത്രയും ശോചനീയമോ ആണോ എന്ന് ഉള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡെയിലി ഈ വഴിക്കാണ് രാവിലെ കോളേജിലേക്ക് പോകുന്നത്. ഞാൻ പോകുമ്പോൾ ബസ്സിലിരുന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ തിരക്കുകളും അല്ലെ അത് നിയന്ത്രിക്കാൻ വേണ്ടപ്പെട്ട പോലീസുകാരോ അല്ലെങ്കിൽ മറ്റൊരു സംവിധാനമോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിച്ചിരി തിരക്ക് കുറവുണ്ട്, എന്നാലും ഡെയിലി പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ് തിരക്കാണ്. എന്നാൽ അതിനുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വണ്ടിക്ക് നമ്മൾ ലൈൻ ബസ്സിനൊക്കെ കടന്നു പോകാൻ പറ്റുന്ന ഒരു സജ്ജീകരണങ്ങളൊന്നുമില്ല. ഈ അപ്പന്മാർ നിരന്നിങ്ങനെ എരുമേലി ടൗണിൽ കൂടി ഇങ്ങനെ നിരന്ന് വരും. പിന്നെ വണ്ടി ബ്ലോക്കാവും. നമ്മൾ ഡെയിലി ജോലിക്ക് പോകുന്നവർ എന്നും താമസിച്ച് നമ്മളെത്തും. നമുക്ക് പോകാനുള്ളൊരു ഇതുമില്ല. അവിടെ അതിനുള്ളൊരു ക്രമീകരണങ്ങളില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ ദയനീയ അവസ്ഥ. നമ്മൾ ഈ തമിഴ്നാട്ടിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ റോഡുകളൊക്കെ എത്ര ക്ലീനാണ്. പക്ഷേ നമ്മുടെ ഇവിടെ പറഞ്ഞു എന്തോ ഒരു വൃത്തികേടാണ്. അതിനകത്ത് 2 സൈഡിലും ഭക്ഷണം ഉണ്ടാക്കുന്നു, ഈ പൊടിയെല്ലാം കൂടെ ആ ഫുഡിനകത്തോട്ട് അടിച്ച് കയറുന്നു. അങ്ങനെയൊക്കെ ആയിട്ടൊരു വല്ലാത്ത കാഴ്ചയാണ്. അപ്പം ഞാനിത് 1 മണിക്കൂർ അവിടെ ബസ്സിൽ അന്ന് വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഈ തിരക്കിനകത്ത് നിന്ന സമയത്ത് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. ഇതൊക്കെ ആരുടെയിലൊക്കെ കൺമുമ്പിൽ പെടുവാണ്. എന്തെങ്കിലുമൊക്കെ ഇതിനൊരു ചെയ്യാൻ പറ്റുന്നവരുണ്ട്, ചെയ്യട്ടെ. ഇതിനെന്തെങ്കിലും ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഇവർക്ക് നടന്നു പോകാനൊരു വഴിയും വണ്ടികൾക്ക് പോകാനൊരു സൗകര്യമൊക്കെ ആയിട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കും. വല്ല മേൽപ്പാലം പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം. ഇതിപ്പോൾ ഒന്നുമില്ല. ഇങ്ങനെ എന്താ പറയുന്നത്, യാതൊരു രീതിയിലുള്ള ഒരു സംവിധാനവും ഇല്ല. ആവശ്യത്തിന് വേണ്ടുന്ന പോലീസുകാരും ഇല്ല. ഒന്നുമില്ലാതെ ഒരു വല്ലാത്ത ഒരു രീതിക്കുള്ളൊരു ഇതാണ്. അപ്പോൾ ഞാനിതൊരു വീഡിയോ ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. എല്ലാവരും ഒന്ന് കാണണം.